ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യൽ ഒരു അടിപൊളി 1 kg തൂക്കം വരുന്ന മാർബിൾ കേക്കാണ് കേട്ടോ. ക്രിസ്മസിന് പ്ലം കേക്ക് പോലെ തന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കേക്കാണ് മാർബിൾ കേക്ക്. അപ്പോൾ ഈ വർഷം ഞാൻ സെയിൽ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു മാർബിൾ കേക്ക് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടെക്സ്ചറിലും അതിനേക്കാളും ടേസ്റ്റിൽ വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് അരിപ്പയിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു കേക്കിലേക്ക് ബേക്കിംഗ് പൗഡർ മാത്രം മതി, ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുക്കണ്ട. വേണമെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 2-3 തവണ അരിച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ മൈദയൊക്കെ അരിച്ച് മാറ്റി വെച്ചു. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡറിൽ നല്ല കട്ടകളൊക്കെ ഉള്ളത് കൊണ്ടൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അരിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരിച്ച് വെച്ചിട്ടുള്ള കൊക്കോ പൗഡറിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുവാണ് കേട്ടോ. അപ്പോൾ കൊക്കോ പൗഡറിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് മുട്ട മാത്രം നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്ക് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടവെള്ള തന്നെ ഇത്രയും നന്നായിട്ട് ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും തന്നെ പതഞ്ഞ് വരണം. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. ഒന്നിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ സാധാ കേക്കിനൊക്കെ കുറച്ചായിട്ട് ചേർത്തിട്ടല്ലേ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ഇവിടെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം വാനില എസൻസും ഒരു 1/2 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആ ഒരു ബേക്കറി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, വാനില എസൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ എസൻസ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബട്ടറിൻ്റെയും പാലിൻ്റെയും കൂടി മിക്സ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ പാലിൻ്റെ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരണം. പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നും കുറച്ച് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, കുറച്ച് ബട്ടറിൻ്റെയും പാലിൻ്റെയും മിക്സ് അങ്ങനെ മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു കേക്കിൽ തുല്യ അളവിൽ ടേസ്റ്റ് വരുന്നതിനേക്കാളും കൂടുതലും നല്ലത് വാനില ഫ്ലേവർ കൂടുതൽ വരുന്നതും കുറച്ച് ചോക്ലേറ്റ് ബാറ്റർ വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കൂടുതൽ അളവിൽ വാനില ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൈദയും പാലിൻ്റെയൊക്കെ ഒരു മിക്സ് മുഴുവൻ ചേർത്ത് കൊടുത്ത് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് നമുക്ക് ആ ഒരു കൊക്കോ പൗഡറും ചൂടുവെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പകുതി വാനില ബാറ്ററും പകുതി ചോക്ലേറ്റ് ബാറ്ററും ആക്കിയെടുക്കാം. ഞാനിവിടെ കൂടുതൽ വാനില ബാറ്ററും കുറച്ച് മാത്രമേ ചോക്ലേറ്റ് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വാനില ബാറ്റർ ഒഴിച്ച് കൊടുത്തു. ഇനി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മുടെ വാനില ബാറ്റർ, ചോക്ലേറ്റ് ബാറ്റർ, അങ്ങനെ ബാറ്റർ തീരുന്നോടം വരെ നമുക്ക് മാറി ഒഴിക്കാം. ബാറ്ററൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാൻ ഈ കേക്ക് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. അതുപോലെ തന്നെ ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിമിനോ നമ്മൾ വെക്കുന്ന പാത്രത്തിൽ കുക്കറിലൊക്കെ ആണെങ്കിൽ ഓരോ പാത്രത്തിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയുള്ള മാർബിൾ കേക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് വെയിറ്റ് വരുന്നത് 1 kg ആണ് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു 1 kg കേക്കാണെന്ന്. പിന്നെ മാർബിൾ കേക്കൊക്കെ ബേക്കറിയിൽ നിന്ന് എപ്പോഴും കിട്ടുന്നത് സ്ക്വയർ ബേക്കിംഗ് ടിന്നിലാണല്ലോ. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു കേക്കിന് വിലയിടുന്നത് 650 രൂപയാണ് കേട്ടോ. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചുള്ള വില നിങ്ങൾ തന്നെ ഇടണം. ഞാൻ 650 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേക്ക് ടീനൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ മാർബിൾ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. ആ ഒരു വാനിലയുടെ ഒരു ഇത് എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ മുകളിലെ ഡിസൈനൊക്കെ ആ ചോക്ലേറ്റ് വാനില എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. ഏത് കേക്കാണെങ്കിലും ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ പൈനാപ്പിൾ എസൻസും അതുപോലെ ആ ബട്ടറും പാലും ഒക്കെ ചൂടാക്കി ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ടെക്സ്ചറാണ് നമ്മുടെ ഈ ഒരു കേക്കിന് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഹോം ബേക്കേഴ്സിനൊക്കെ ഈ വരുന്ന ക്രിസ്മസിന് ഒട്ടും ടെൻഷനില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നല്ല കിടിലൻ മാർബിൾ കേക്കാണ് കേട്ടോ. എല്ലാവരും ഈ ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്തോളൂ. അടിപൊളി ഫീഡ്ബാക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോണത്. അപ്പോൾ കേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കേക്ക് കയ്യിൽ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കേക്ക് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ആ നമ്മുടെ ഒരു വാനില കേക്കിൻ്റെ ഒരു ടെക്സ്ചറും അതുപോലെ തന്നെ വളരെ കുറച്ച് ചെറിയ ഡിസൈനോട് കൂടിയിട്ട് നമ്മുടെ ചോക്ലേറ്റ് കേക്കും എല്ലാം കൂടി നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് ആരും മടിച്ച് നിൽക്കേണ്ട ഒരു ടെൻഷനും വേണ്ട. 1 കിലോ വരുന്ന നല്ലൊരു അടിപൊളി മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ ഞാൻ പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 20 പീസ് കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 20 പീസ് കിട്ടുന്നുണ്ട്. ഒന്നും കൂടി ചെറുതാക്കിയാൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ പീസ് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്